പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സ്നേഹ കൂട്ടായ്മയിലേക്ക്, അങ്ങയുടെ സർവാധിപത്യത്തിലേക്ക്, സർവശക്തിയിലേക്ക്, പരമാധികാരത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വരങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനത്തിൽ അങ്ങ് വിജയം നൽകണമേ. ജോലി ഉദ്യമങ്ങളെ അങ്ങ് ഫലമണിയിക്കണമേ. ഇന്റർവ്യൂകൾ പാസ്സാകട്ടെ, വിശുദ്ധിയിൽ ജീവിക്കട്ടെ, സംരക്ഷണത്തിൽ വളരട്ടെ. ദൈവകൃപയിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഞങ്ങളുടെ മക്കൾ സ്വർഗരാജ്യത്തിന്റെ മക്കളായി ലോകത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക് ഒരനുഗ്രഹമായിട്ട് മാറട്ടെ. സകല പ്രവൃത്തികളിലും ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് അച്ഛൻ കരുതുന്നു. നിങ്ങൾക്ക് അതിനായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും പ്രാർത്ഥനയിൽ ഓർക്കണേ. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ ദിവ്യകാരുണ യാത്രകളും ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ അതിശക്തമായിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ട്. അതിനൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടട്ടെ. നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ അടുത്ത ധ്യാനം 29, 30, 31 തീയതികളിലാണ്. ഒത്തിരിയേറെ മക്കൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബുക്ക് ചെയ്യാനുള്ള മക്കൾ ബുക്ക് ചെയ്യുക. നമ്മുടെ ശുശ്രൂഷയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുക. മക്കൾക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന ശുശ്രൂഷ അതിശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ 27-ാം തീയതി നമ്മൾ ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1 വർഷം ആവുകയാണ്. ഞാൻ ഓർക്കുകയാണ്, മുടങ്ങാതെ ഇത് കർത്താവിന്റെ വലിയൊരു പദ്ധതിയാണ്. അത് പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ പങ്കെടുക്കുന്ന അനേകം മക്കളുണ്ട്. പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ മുടങ്ങാതെ പോകുന്ന മക്കളുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ അനുമോദനങ്ങൾ നേരുകയാണ്. പ്രത്യേകം ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മള് സ്ഥിരതയോടെ മുടങ്ങാതെ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തില്, നിയോഗങ്ങളില്, പ്രാർത്ഥനകളില്, നമ്മുടെ മക്കളില് ഉറപ്പായിട്ടും ഇടപെട്ടിരിക്കും. ഇടപെട്ടതിന് അനുഭവങ്ങൾ ഏറെയുണ്ട്. സാക്ഷ്യങ്ങൾ ഒത്തിരി അച്ഛന് കിട്ടാറുണ്ട്. അവരെല്ലാവരും ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ച് വളർത്തട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും അങ്ങോട്ട് ഒത്തിരി ശുശ്രൂഷകള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഈ കാലഘട്ടം പ്രാർത്ഥനയിലൂടെ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, വിജയിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വലിയ വിഷയം, പ്രാർത്ഥിക്കുന്ന മേഖല. ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ചില സൈറ്റുകളുണ്ട്, ഒത്തിരി സൈറ്റുകളുണ്ട്. ഒരു മൊബൈല് കൈ കിട്ടിക്കഴിഞ്ഞാൽ ചെന്നുപെടാൻ പറ്റാത്ത സൈറ്റുകളില്ല. എന്താ പറയാ, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, എന്താ പറയാ, പൈശാചിക ആരാധനകള്, ഒത്തിരി മ്ലേച്ഛതകള്, ഒത്തിരിയേറെ ജഡിക പാപങ്ങള്, ബ്ലൂ ഫിലിം, അതിൻ്റെതായ ലോകങ്ങള്, ബ്ലാക്ക് മാസ്, അങ്ങനെ പലതിലേക്ക് ചെന്നുപെടാം. അതുപോലെ തന്നെ ഒരു വലിയൊരു മേഖലയാണ് സെക്സ് ചാറ്റ്. ഇങ്ങനെയുള്ളൊരു പൈശാചിക മേഖല ഈ കുറെ ദിവസങ്ങളായിട്ട്, കുറെ നാളായി ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങള്. ഒരിക്കലും ഒരു പയ്യൻ, അവന് വിദേശത്ത് പോകാൻ വേണ്ടി 6 ലക്ഷം രൂപ ലോൺ എടുത്ത് അവന്റെ അക്കൗണ്ടിൽ കാണിക്കണം. അതിനു വേണ്ടിയിട്ടേക്കാണ്. അതിൽ നിന്ന് ഈ പയ്യൻ കുറച്ച് നാൾ മുമ്പ് നോക്കിയപ്പോ സെക്സ് ചാറ്റ്, എന്തോ സൈറ്റിൽ കയറി സെക്സുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണുങ്ങളോട് സംസാരിക്കാനൊക്കെ വേണ്ടി, എന്തെന്നറിയത്തില്ല, അതിന് ഫീസ് ഉണ്ട്. 5,70,000 രൂപ ഈ പയ്യൻ അതിനുവേണ്ടി ഈ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിച്ചു. ലോൺ എടുത്ത് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ബാങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട പൈസയാണ്. അതങ്ങനെ തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്ന് കാണാം, അവനിങ്ങനെ ഇതുപോലെ തന്നെ സെക്സ് ചാറ്റായിട്ട് ബന്ധപ്പെട്ട് സൈറ്റുകളിൽ കയറി അതുമായിട്ട് ബന്ധപ്പെട്ട് പോയി ലക്ഷങ്ങള് നശിച്ചു പോയ മക്കൾ. ഇങ്ങനെ അനേകം മക്കളുടെ അനുഭവങ്ങള് ഈ ഒരു സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വെളിച്ചമായി സംസാരം, ഫോൺ വിളികള്, ചാറ്റിങ്ങുകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെളിച്ചതയിലൂടെ, ഈ സെക്സ് ചാറ്റിലൂടെ അതിനുമായിട്ട് ബന്ധപ്പെട്ട് സമയം കളഞ്ഞ്, സ്വന്തം ശരീരം കളഞ്ഞ്, വിശുദ്ധി കളഞ്ഞ്, അതിനേക്കാളേറെ ഒത്തിരിയേറെ സമ്പത്ത് നഷ്ടപ്പെടുത്തി അതിലടിമപ്പെട്ടു പോയ മക്കൾ
രക്ഷപ്പെടാനേ പറ്റണില്ല. അതുപോലെ അടിമപ്പെട്ടു പോയ മക്കൾ. നമുക്കിന്ന് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിശാച് സകലമാന നമുക്ക് എല്ലാവർക്കും ജഡികാസക്തിയും ജഡത്തിന്റെ കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാ. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ജഡത്തിന്റെ മേൽ അധികാരമുള്ള പിശാച് പല പല ഗെയിമുകള്, പല പല ചാറ്റിങ്ങുകള്, പല പല ഫോൺ വിളികള്, പല പല സൈറ്റുകള് എല്ലാം വച്ച് വിളമ്പി നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിൽ കുടുങ്ങിപ്പോയ അനേക മക്കളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ ആരും ഇങ്ങനെയുള്ള പൈശാചികമായ എന്ത് കിട്ടിയിട്ടാ, ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നിനക്ക് എന്താ കിട്ടി? അവനിങ്ങനെ നിൽക്കണ്ട പാവം. എല്ലാം നോർത്തേക്ക് അവന്റെ അവസ്ഥ നോർത്ത, കൊച്ചന്റെ അവസ്ഥ ഓർത്തേക്ക് പെട്ടുപോയതാ. പ്രിയപ്പെട്ട മക്കൾ, ഇങ്ങനെ നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ കർത്താവിന്റെ ദൈവികമായ ശക്തി, ദൈവികമായ ജ്ഞാനം. പിന്നെ ചിലതിന് മുമ്പിൽ നോ, എനിക്കത് കാണണ്ടേ. മൊബൈൽ തുറക്കുമ്പോ ഇങ്ങനെ പല പല സൈറ്റുകൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അതൊന്ന് ക്ലിക്ക് ചെയ്താ പിന്നെ വേറെ ലോകത്തിലേക്ക് കയറിപ്പോവാ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം എന്താ പറയാ, ഞാൻ ഇന്നലെ പറഞ്ഞ ഗെയിം കളിക്കാൻ വേണ്ടി പൈസ, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള പല സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പൈസ. അങ്ങനെ പൈസ പോയ അനേക പേര് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന്, അപ്പന്റെ അക്കൗണ്ടിൽ നിന്ന്, അങ്ങനെ പിന്നെ കടം മേടിക്കാം, അവിടുന്ന് ഇവിടുന്ന് കടം ചോദിക്കുക. ഒരു മടിയില്ലാതെ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ വായ്പ വാങ്ങിച്ചോ, കടം വാങ്ങിച്ചോ, പറ്റിച്ചോ, മോട്ടിച്ചോ, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഈ സൈറ്റുകളിൽ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിന് മക്കളുടെ അനുഭവങ്ങൾ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തില് നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിൽ കയറിയ മക്കൾ ഊരിപ്പോരാനൊക്കെ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാല സന്നദ്ധിയിൽ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കൾ അതിൽ പെടാതെ സംരക്ഷിക്കട്ടെ. പെട്ടുപോയ മക്കളെ കർത്താവിന്റെ ആ വലിയ കുരിശുമരണ ശക്തി, ഇതിനെ ആധിപത്യങ്ങളെ, അധികാരങ്ങൾ തകർത്തെറിഞ്ഞ കർത്താവിന്റെ ശക്തി, കൊളോസോസ് 2:14 ആധിപത്യങ്ങളെ മാറി അധികാരങ്ങളെ നിരായുധമാക്കി അവയെ പരസ്യമായിട്ട് അവഗണന മാത്രമാക്കിയ കർത്താവിന്റെ കുരിശുമരണ ശക്തി നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തിന്റെ യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അവകാശപ്പെടാം. നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെയൊക്കെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ, മക്കളെ സംരക്ഷിക്കട്ടെ, വീഴാതിരിക്കാൻ കാത്തു സംരക്ഷിക്കട്ടെ, വിടുതൽ നൽകി സ്വതന്ത്രരാക്കട്ടെ. പ്രാർത്ഥനയോടെ ആരാധനയായിരിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ മാതാവിന്റെയും യോസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ലോകത്തില് ഞങ്ങൾ അപകടകരമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നു. ഒത്തിരി കെണികൾ വച്ചിരിക്കുന്ന പൈശാചിക ശക്തികള്, പ്രലോഭനങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ അടിമത്തങ്ങള്. കർത്താവ്, ഞങ്ങൾ ഇന്ന് കണ്ടല്ലോ, സെക്സ് ചാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അനേക സൈറ്റുകളിലേക്ക് കയറിപ്പോയി പിന്നീട് അതിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കടം കയറി പൈസ മുടക്കി അതിനുവേണ്ടി ലോൺ എടുത്ത് കടം വാങ്ങിച്ച് ഉള്ള പൈസ മുഴുവൻ ചെലവഴിച്ച അനേകം അവസ്ഥകൾ. കർത്താവ്, ഇതുപോലെ തുറക്കപ്പെട്ട് കിടക്കുന്ന പൈശാചിക കെണികള് നിറയപ്പെട്ടിരിക്കുമ്പോ കർത്താവ്, ഞങ്ങളുടെ മക്കളെയൊക്കെ അതിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം. മക്കളെ മാത്രമല്ല, പ്രായമായവരെ പോലും വീണു പോകുന്നു, വൈദികർ പോലും വീണു പോകുന്നു, സന്യസ്തർ പോലും വീണു പോകുന്നു. കർത്താവേ, വലിയൊരു അഭിഷേകം, വലിയൊരു സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണം. ഇതിൽ പെട്ടുകിടന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിലൂടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടം കയറിപ്പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരിച്ചു വരവ് ആ മക്കൾക്ക് നൽകണം. ഇത് വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത വിധം വീണ്ടും വീണ്ടും ലഹരി പോലെ അഡിക്ഷനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട തുറന്നു കിടക്കുന്ന വാതിലുകൾ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങളുടെ മക്കൾ ആരും അതിൽ ചെന്ന് പെടാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് ദൈവിക ജ്ഞാനം കൊടുക്കണമേ. തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് അതിന്റെയും ഇതിന്റെയും പിന്നാലെ പോകാതെ സത്യവഴിയിലൂടെ കർത്താവേ
ഞങ്ങളുടെ മക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവേ, അങ്ങയുടെ ആശീർവാദം, അനുഗ്രഹം ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, അങ്ങയുടെ കൃപകൾ ചൊരിഞ്ഞ് അങ്ങയുടെ ശക്തി പ്രവഹിപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്ന് അങ്ങയുടെ ജീവദായകമായ ശക്തി പ്രവഹിപ്പിച്ചുകൊണ്ട് ഈ അടിമത്വത്തിൽ നിന്ന്, ഈ കണ്ണിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ മക്കൾ അതിൽ വീണു പോകാതെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവേ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ അപകടകരമായ പൈശാചികത നിറഞ്ഞ ഈ ലോകത്തില് ഞങ്ങളുടെ മക്കളെ വിടിവിക്കണം, സംരക്ഷിക്കണം, ശക്തിപ്പെടുത്തണം. ധൈര്യമുള്ള മക്കളാക്കി ചേർത്ത് നിൽക്കാനുള്ള കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ.